ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് ആണ് പ്രപഞ്ചശക്തി നൽകുന്നത്? ഹീലിംഗ് ആണ്. നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നതായിട്ടുള്ള എന്ത് കാര്യം തന്നെയാണോ ആ ഒരു കാര്യം നിങ്ങൾ ദൈവത്തിലേക്ക് അർപ്പിക്കുക. ആ ഭാരം നിങ്ങൾ ചുമന്ന് നടന്നതിൽ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നോട്ട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ കൊണ്ട് എഫോർട്ട് ഇട്ടാൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ വിഷമിച്ച് ഒരു പക്ഷേ പഴയ കാര്യങ്ങളായിരിക്കാം, പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള വേദനയുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും മനസ്സിലേക്ക് നമ്മൾ വേദനയോടുകൂടി അതിനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്ക് ഒരുപാട് വ്രണങ്ങൾ കൂടുകയേ ചെയ്യുകയുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം പറയുന്നത് ഇതാണ്, പ്രപഞ്ചശക്തി പറയുന്നത് എന്താണ്, നിങ്ങൾ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പാസ്റ്റിലെ ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ആ ഒരു കാര്യങ്ങളെ വിട്ടുപേക്ഷിച്ച് നിങ്ങളുടെ മനസ്സിനെ ഹീൽ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ പുതിയ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പഴയ കാര്യങ്ങളിൽ തന്നെ സ്റ്റക്കായി നിൽക്കാതെ പ്രപഞ്ചശക്തിയുടെ ആ ഒരു ദൈവം തരുന്നതായിട്ടുള്ള ഇന്നർ വോയിസിലേക്ക് നിങ്ങൾ കുറച്ച് ശ്രദ്ധ വയ്ക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫോർഗീവ് ചെയ്യുവാനാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് പ്രപഞ്ചശക്തി നൽകുന്നത്? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാഷനെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഗോളുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കാര്യമാണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളല്ലാതെ പഴയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഡാർക്ക് എനർജി ആയിട്ട് നിങ്ങൾ നെഗറ്റീവ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, എൻ്റെ നിന്ന് അത്രയും രൂപ നഷ്ടപ്പെട്ടു പോയല്ലോ, എൻ്റെ കയ്യിൽ നിന്നും ആ വ്യക്തി എന്നെ വഞ്ചിച്ചല്ലോ, ചതിച്ചല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ റിപ്പീറ്റായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചു എന്ന് വെച്ചോ, നിങ്ങൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചതി വീണ്ടും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലൊരു ഭയങ്കരമായിട്ടുള്ള നീറ്റലും പുകച്ചിലും ഒക്കെയാണ്. അത് വർഷങ്ങൾ കഴിഞ്ഞാലും ശരി തന്നെ, ഞാൻ ഇങ്ങനെ ചെയ്യും, തിരിച്ച് ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാകുകയും അവരതൊന്നും ചിന്തിക്കുന്നില്ല. അവരുടെ ഈ നിലവിലുള്ള സിറ്റുവേഷനിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുകയും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾ മറന്നു പോവുകയും ഇപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നിൽക്കേണ്ടി വരുന്നു. എന്നാൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി പോകുന്നതായിട്ടാണ് കാണുന്നത്. അതിനെ വിട്ട് കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത്. മറ്റു ചില വ്യക്തികളെ വിട്ട് കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാഷൻ എന്താണോ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. എന്തെങ്കിലും ജീവിതത്തിൽ അത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് കർമ്മയാണ്. ആ കർമ്മയിൽ നിങ്ങൾ തിരയുന്നത് അതിലെ വേദനയാണ് തിരയുന്നത്. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ടത് നന്നായി എന്ന് തോന്നുന്ന പല സംഭവങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും. അത് ലൈഫിൽ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ജീവിത അവസാനം വരെയും ഒരു ചീറ്റിങ്ങിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കൂടെയുള്ള വ്യക്തികളെ നമ്മൾ അത്രത്തോളം വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവർ തെറ്റുകാരല്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് തേർഡ് പാർട്ടി കാരണമാണ് അവർ ഇങ്ങനെ ബ്ലാക്ക് എനർജി ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി അവർ കടന്നു വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ചുറ്റും തേർഡ് പാർട്ടികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ട് ആരൊക്കെ നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നാലും നിങ്ങളുടെ മനസ്സ് ആ ഒരു വ്യക്തിയിലേക്കും ആ ഒരു സ്ഥാപനത്തിലേക്കും ആ ഒരു കാര്യങ്ങളിലേക്ക് മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തത്. എന്തുകൊണ്ട് ആ ഒരു തേർഡ് പാർട്ടിയുടെ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം നിങ്ങളെ എന്തുകൊണ്ട് എഫക്റ്റ് ചെയ്തില്ല എന്ന് ചിന്തിക്കുക. കാരണം നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളത് എഫക്റ്റ് ചെയ്യാത്തത്. അവർക്ക് ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണ് അത് അവരെ എഫക്റ്റ് ചെയ്തത്. കാരണം ഒഴിവാക്കി പോകുന്നതിന് എന്തെങ്കിലും ചില കാരണങ്ങൾ നോക്കിയിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ മതി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചിന്തിച്ച് ഇപ്പോഴും നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് തകർന്നിരിക്കാതെ അതിനെ വിട്ടുകളയുക. ഹീലിംഗ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ്.
രണ്ടാമത് വന്നിരിക്കുന്നതും അതുപോലെ തന്നെയാണ്. നിങ്ങൾ തകർന്നു പോകാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കൊരു പാലം കാണാം. ആ പാലം എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വഴിയെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളിവിടെ തകർന്നിരിക്കാതെ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള വഴിയെ നിങ്ങൾക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുകയുള്ളൂ. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ലൈഫിൽ എല്ലാം അവസാനിച്ചു എന്ന്. എന്നാൽ അവസാനിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചശക്തി ഒരുക്കി മാറ്റി വെച്ചിരിക്കുന്നതായിട്ടുള്ള അമൂല്യമായ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അയ്യോ, എനിക്കത് നഷ്ടമായി എന്നും പറഞ്ഞ് നിങ്ങളത് പിടിച്ചു വെച്ചിരിക്കുന്നത് കാരണം പ്രപഞ്ചശക്തി നൽകുന്നതായിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാഷനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ നിങ്ങൾക്ക് ഉയർച്ച വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളെയും വിട്ടുകളയുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. മദർ യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് നൽകുന്നത്? ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യുക. എന്തിനാണ് ചലഞ്ചിങ് വരുന്നത്? നമുക്ക് സ്ട്രോങ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു കഷ്ടം നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ ചില കാര്യങ്ങൾ വന്നു ചേർന്ന് കഴിഞ്ഞാൽ അതിന് നമുക്ക് വാല്യൂ തരത്തില്ല, അല്ലേ? അല്പം ഇപ്പം വരൾച്ചയുടെ ടൈമാണ്. അപ്പോൾ ആ വരൾച്ചയുടെ ടൈമിൽ വെള്ളത്തിന് വലിയ വിലയാണ്, അല്ലേ? അപ്പം നമ്മൾ ഓരോ തുള്ളി എടുക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിച്ചു പറയണ്ടേ വെള്ളം കുറച്ചേ ഉപയോഗിക്കൂ. എന്നാൽ അവിടെ ആ വെള്ളത്തിന് യാതൊരു കുറവുമില്ല. നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു വാക്ക് അവിടെ കേൾക്കാറില്ല. അപ്പം ചില കാര്യങ്ങളിൽ നമുക്ക് ചലഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ വാല്യൂ എന്തെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം കുറച്ച് പണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് കുറേ ഡ്രസ്സുകൾ എടുത്തു കൊടുക്കുക. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് നമ്മുടെ ഓൾറെഡി അലമാരി നിറച്ച് ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഡ്രസ്സിലേക്കും ഇതിലേക്കും ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പണം എങ്ങനെയെങ്കിലും അവിടെ ചിലവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. എന്നാൽ പ്രപഞ്ചശക്തി ചില ചലഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുതരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കൺട്രോളിങ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കും വാല്യൂ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും ദൈവത്തിൻ്റെ വാല്യൂ എന്താണെന്നും മാനിഫെസ്റ്റേഷൻ എന്താണെന്നും നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി എന്താണെന്നും ഒക്കെ ഒന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബ്ലോക്കേജും കൺട്രോളിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി, നിങ്ങൾക്ക് നീതിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആ വാല്യൂ എന്താണെന്ന്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടെന്നും സെൽഫ് ലവിൻ്റെ വാല്യൂ എന്താണെന്നും നിങ്ങളുടെ വാല്യൂ എന്താണെന്നും നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ചില വ്യക്തികൾ പുറത്താക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ആഗ്രഹിക്കാതെ എന്ത് ഒഴുക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വന്നു ചേർന്നിരുന്നാലും അത് നമുക്ക് ഒരു വാല്യൂ ഇല്ലാത്തതാകും. പണ്ട് ഇപ്പോഴുള്ള തലമുറ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. പണ്ട് കാലങ്ങളിൽ ഒരു പാട്ടുണ്ടായിരുന്നു, ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ ക്ഷണിക്കാതെ എന്നുള്ള. എനിക്കതിൻ്റെ സംഗതിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആ വരി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ 2 വരി പറയാണ്. ഓക്കെ, ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ ക്ഷണിക്കാതെ. ദൈവം അവിടെ വന്നപ്പോഴത്തേക്ക് ക്ഷണിക്കാതെ വന്ന ഒരു അതിഥിയെ എല്ലാവരും കളിയാക്കി. ഓക്കെ, അതുപോലെയാണ് ദൈവമാണെന്ന് പോലും മനസ്സിലാക്കാതെ നമ്മൾ കളിയാക്കും. അപ്പം അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു ശക്തി നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടും തിരിച്ചറിയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം വാല്യുബിൾ ആണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ചൈതന്യം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളിലേക്ക് തന്നെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ചില ബ്ലോക്കേജ് കൊണ്ടുവരുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസ് അനുഭവിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇത് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വഴിയുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ 2 കപ്പുകൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ 2 ചാവികളും കാണാം. നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചാവി നിങ്ങൾക്ക് കാണണമെങ്കിൽ, ഈ ഒരു താക്കോല് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ തല ഉയർത്തി നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് സാധിക്കുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രപഞ്ച ശക്തിയിൽ നോളജബിൾ ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും ചില അഡ്വൈസ്
നമുക്ക് തേടേണ്ടതായിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കിപ്പം പൈസ ചിലവാക്കി ഒരു അഡ്വൈസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഉപയോഗിച്ച് നെഗറ്റീവായിട്ടുള്ള സാഡായിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്നതിനും അതിനും ഇതിനും ഒക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഓറ എങ്ങനെ ശക്തിപ്പെടുത്താം, നമ്മളുടെ നെഗറ്റീവായിരിക്കുന്ന ഓറയെ എങ്ങനെ നമുക്ക് കൂടുതൽ ഊർജ്ജത്തിലേക്ക് കൊണ്ടുവരാം, മറ്റുള്ളവരുടെ വാക്കുകളോ ദൃഷ്ടിദോഷങ്ങളോ ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഒരു ആവരണമുണ്ട്, അതിനെയാണ് ഓറ എന്ന് പറയുന്നത്. ആ ഓറയെ നമ്മൾ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളിലേക്ക് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ശാപമോ പാപമോ ഒന്നും വന്നു ചേരുകയില്ല. അതിന് വേണ്ടത് മനസ്സിലുള്ള കാര്യങ്ങൾ ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഈ ഫോർഗീവിൻ്റെ കാര്യം ഒരുപാട് പ്രാവശ്യം ഇവിടെ കാർഡ്സുകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ചില അറിവുകൾ നിങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വളർച്ചയ്ക്ക്, നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചില അറിവുകൾ നേടിയെടുക്കണമെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഓറ ശക്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സമാധാനമായിട്ട് കുറച്ച് ശ്വാസം എടുത്തതിന് ശേഷം നിങ്ങൾ കണ്ണുകളെ അടച്ചുകൊണ്ട്, കണ്ണുകൾ അടച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്കതിനെ ഫീൽ ചെയ്യാൻ കഴിയും. ഈ രണ്ട് കൈകളുടെ ഇടയിൽ നിങ്ങൾ കുറച്ച് ദൂരെ നിന്നും ഇങ്ങനെ പതുക്കെ കൈ ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെച്ചുകൊണ്ട് പതുക്കെ അത് അടുത്ത് വരുമ്പോഴത്തേക്ക് പതുക്കെ വളരെ സ്ലോലി നിങ്ങളിങ്ങനെ അടുത്ത് വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു മർദ്ദം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായി കാണും. അട്രാക്റ്റ് ചെയ്യുകയോ വികർഷിക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള ഒരു മർദ്ദം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായി കാണും. ചില വ്യക്തികൾക്ക് വളരെ ദൂരെ നിന്നേ അവർക്ക് അത് ഫീൽ ചെയ്യും, കാരണം അത്രത്തോളം ഓറയുടെ ആ ഒരു തിക്നെസ് കൂടുതലാണ് എന്നുള്ളതാണ്. ഓക്കെ, ചില വ്യക്തികൾക്ക് ഏറ്റവും അടുത്ത് വന്നതിന് ശേഷമായിരിക്കും ആ ഒരു ഫീലിങ്സ് വരുന്നത്. അപ്പം നമ്മൾ ആദ്യമൊന്നും അത്ര മനസ്സിലാകത്തില്ല. അങ്ങനെ പതുക്കെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ മുമ്പ് ഇങ്ങനെ പിറകോട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്സ്, ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു ഇതുണ്ടെന്നറിയാം. അത് നമ്മളുടെ ഓറയാണ്. അതല്ലാതെ നമുക്ക് മറ്റൊരു രീതിയിൽ നമ്മുടെ ഓറയെ മനസ്സിലാക്കാം. ഇപ്പം അശ കെട്ടിയിരിക്കുന്നു. അശ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കയർ വെച്ചിട്ട് ഇങ്ങനെ തുണിയൊക്കെ ഇടുന്ന സാധനം. ഓക്കെ, അപ്പം നിങ്ങൾ അതിൻ്റെ അടുത്തൂടെ പോകുമ്പം നിങ്ങൾക്ക് കടന്നു പോകുന്ന ദൂരമാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് ഇതിലേക്കൂടെ കടന്നു പോകാമെങ്കിൽ പോലും ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കുനിയും. ഓക്കെ, കുനിയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഓറയുടെ ഹൈറ്റ് എത്രത്തോളം ഉണ്ട്, അപ്പോൾ ആ ഹൈറ്റിനനുസരിച്ചാണ് നിങ്ങൾ കുനിയുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ 2 സ്റ്റെപ്പ് നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നതായി കാണാം. അവർ തൊട്ടില്ല പോലും നിങ്ങൾ മാറി നിൽക്കുന്നതായി കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓറയ്ക്കുള്ള ഒരു സ്പേസ് നിങ്ങൾ പോലും അറിയാതെ ഓറ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓറ എന്ന് പറയുന്നത്. ആ ഓറ ശക്തിയെ നിങ്ങൾ വർദ്ധിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ, അത് സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് 7 ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ ശക്തിയെ, നിങ്ങളുടെ പ്രാർത്ഥന, ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള പ്രാർത്ഥന നിങ്ങൾ ശക്തമാക്കിയാൽ മതി. നമ്മളെ ദ്രോഹിച്ച ആൾക്കാർക്ക് ദോഷം വരണേ എന്നുള്ളൊരു പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അവർക്ക് നാശം വരണേ, അവരനുഭവിക്കണേ എന്നുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത്. ഒരിക്കലും അത് അങ്ങോട്ട് പോകില്ല. അതിൻ്റെ 3 ഇരട്ടി നമ്മളിലേക്ക് വരത്തേ ഉള്ളൂ. അതിനുശേഷം ഒരു പോയിൻ്റ് അങ്ങനെ അവർക്ക് പോകുള്ളൂ. ആദ്യം നമ്മളിലേക്ക് 3 പ്രാവശ്യം നമ്മൾ തകർന്നതിന് ശേഷമായിരിക്കും ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ നമ്മൾ തകർന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും അവർക്കത് കിട്ടുന്നത്. അത് കാരണം നിങ്ങളത് വിട്ടുകളയുക. അവർക്ക് അവർ ചെയ്ത പ്രവൃത്തിയുടെ കർമ്മ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയിൽ ഒരിക്കലും മറ്റുള്ളവരുടെ ദ്രോഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക. ഓക്കെ, സ്പിരിച്വൽ മെസ്സേജ് കൂടി എടുക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്, എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നത്? ഓക്കെ, ഇവിടെ നിങ്ങളുടെ ശക്തിയെക്കുറിച്ചാണ് പ്രപഞ്ചശക്തി പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ടുപേക്ഷിച്ച് പോകുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രപഞ്ചശക്തിയിൽ നിങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിലുള്ള ശക്തിയിൽ നിങ്ങൾ സമർപ്പിക്കുക, സറണ്ടർ ആകുക. എൻ്റെ വേദനയെ ഞാൻ നിനക്ക് നൽകുന്നു. ഓക്കെ, എനിക്കിത് ഹീൽ ചെയ്യുവാൻ സാധിക്കുന്നില്ല, ഞാൻ നിൻ്റെ കൈകളിലേക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ വേദനയെ അവിടെ ഉപേക്ഷിക്കുക. ഓക്കെ, അത് ദൈവമായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് നൽകിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ഒരു ഫ്രീഡം നൽകുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന്, നിങ്ങളിപ്പോൾ ഒരു മാമ്പഴം കഴിക്കണം. മാമ്പഴം കഴിക്കുന്നതിന് വേണ്ടിയിട്ട്
നിങ്ങളിപ്പോൾ ഒരു കോപ്പയുണ്ടല്ലോ, ആ കോപ്പ കൊണ്ടുവന്ന് എന്ന് വെച്ചാൽ മാങ്ങയുടെ അകത്തിരിക്കുന്ന സാധനത്തെ നമ്മളിവിടെ കോപ്പ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ആ കോപ്പ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതിൻ്റെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷമോ നിങ്ങൾക്ക് അതിൽ നിന്ന് മാങ്ങ ലഭിക്കണമെന്ന്, അതും പഴുത്ത മാങ്ങ തന്നെ ലഭിക്കണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുമോ? ഓക്കെ, അതുപോലെയാണ് പല വ്യക്തികളും ഇപ്പം റീഡിംഗ് എടുത്തിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്, അയ്യോ അതെനിക്ക് ഒരു 2 ആഴ്ച ആയല്ലോ പറയുന്നു, അതെനിക്ക് ലഭിക്കുന്നില്ലല്ലോ, 3 ആഴ്ചയായി നമുക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അതിനെ അത്രത്തോളം സംരക്ഷിക്കുമെങ്കിൽ അതിൻ്റെ വളർച്ച വളരെ പെട്ടെന്നാകുകയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കായ്ഫലങ്ങൾ നൽകുന്നതിന് സാധ്യമാകുകയും ചെയ്യും. എങ്കിലും പ്രപഞ്ചശക്തിയുടെ ആ ഒരു പ്രപഞ്ചം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ഒരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സാമ്പത്തിക അട്രാക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം റൂട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് സാമ്പത്തികം വന്നു ചേരുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളിലെ ഫോക്കസ് മുഴുവനും അത് കിട്ടുമോ എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു സമയത്ത് അത് കിട്ടുമോ എന്നുള്ള ആശങ്കയിലല്ല വരേണ്ടത്. നമ്മുടെ ചക്രാസ് ഓപ്പൺ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളടുത്ത് സാമ്പത്തിക കാര്യം വരുന്നതിന് വേണ്ടി റൂട്ട് ചക്ര ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങളെപ്പോഴും പൈസ എനിക്ക് ആ പൈസ ഓപ്പൺ ചെയ്യുമോ ഇല്ലയോ, അവരെനിക്ക് ദ്രോഹം ചെയ്യുമോ എന്നുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അഫർമേഷനിൽ വന്നു പോകുന്നു, അറിഞ്ഞോ അറിയാതെ വന്നു പോകുന്നു. ഓക്കെ, അത് നിങ്ങൾ കുറച്ച് ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മണി എന്ന് എഴുതുക. ഓക്കെ, പണം ഒന്ന് എഴുതിയിരുന്നാലും മതി, മലയാളത്തിൽ എഴുതിയിരുന്നാലും ഇംഗ്ലീഷിൽ എഴുതിയിരുന്നാലും കുഴപ്പമില്ല. ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. ഓക്കെ, എഴുതിയിട്ട് നിങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പാണ് ഇത് ചെയ്യേണ്ടത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളിലേക്ക് പ്രപഞ്ചശക്തിയുടെ ഓക്കെ ഇങ്ങനെ ഒരു സിമ്പലുണ്ട്. അപ്പോൾ ആ സിമ്പൽ ഇങ്ങനെ താഴോട്ട് വരയ്ക്കരുത്, പൈസ ഇല്ലാണ്ടായി പോകും. അത് എപ്പോഴും മുകളിലോട്ട് മാത്രമായിരിക്കണം വരയ്ക്കേണ്ടത്. ഓക്കെ, ഇവിടുന്ന് മുകളിലോട്ട്. ഓക്കെ, ഒരിക്കലും താഴോട്ട് വരയ്ക്കരുത്, ഉള്ളതും കൂടി പോയി കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയോട് ഞാൻ കൽപ്പിക്കുന്നു, പണത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാന്തമാണ് ഞാൻ. ഈ പ്രപഞ്ചത്തിൽ എവിടെ ആയിരുന്നാലും പണത്തെ ഞാൻ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. താങ്ക് യു യൂണിവേഴ്സ്. പണം എന്നിലേക്ക് അട്രാക്റ്റ് ആയിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ അക്കൗണ്ടിലേക്ക് പണം അട്രാക്റ്റ് ആയിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. പണം എന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പണത്തിൻ്റെ ഒഴുക്ക് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു എന്നിങ്ങനെ പറഞ്ഞ് ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. 500-ൻ്റെ നോട്ടുകളൊക്കെ ഇങ്ങനെ നിങ്ങളുടെ ATM വഴി നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ താങ്ക് യു പറയുക. താങ്ക് യു പറഞ്ഞതിന് ശേഷം ഈ പണം നമ്മളിലേക്ക് ദൈവം തരുന്നത് നമ്മളുടെ കാര്യങ്ങളിലേക്ക് മാത്രമല്ല, അത് ദൈവം നമ്മൾക്ക് തരുന്ന പണം മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഞാൻ അത് ഉപയോഗിച്ചോളാം എന്നുള്ളൊരു വാക്കുകൂടി ദൈവത്തിന് കൊടുക്കണം. ഇത് എനിക്ക് മാത്രമാണ്, ഞാൻ വേറെ ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. നമ്മൾ ദൈവത്തോട് തന്നെ പറയണം, എന്നിലേക്ക് വന്നിരിക്കുന്ന പണം എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും വിശക്കുന്നവർക്കും ഞാൻ നന്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പണം യൂസ് ചെയ്യുമെന്ന് ദൈവത്തിനൊരു പ്രതിജ്ഞ കൂടി സത്യം കൂടി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പണം വന്നു ചേരുക തന്നെ ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പ്രപഞ്ചശക്തി പറയുന്നതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നെഗറ്റീവ് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് നിങ്ങൾക്കെല്ലാം നഷ്ടമായി പോയി എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും നഷ്ടങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു ബിരിയാണി വാങ്ങിച്ചെന്ന് വെച്ചോ, ആ ബിരിയാണി വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അയ്യോ 200 രൂപയായി ബിരിയാണിക്ക് എന്നാ വിലയാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ നിന്നും വീണ്ടും പണം നഷ്ടമായി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ 1 രൂപ കൊടുത്തതിന് ശേഷം നമുക്ക് കയ്യിലോട്ട് വന്നിരിക്കുന്നതായിട്ട്, കാരണം നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള ആ ബിരിയാണിയുടെ ആ ഒരു ഇതിന് നമ്മൾ നന്ദി പറയണം. നമുക്ക് ബിരിയാണി കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം അവിടെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അനുഗ്രഹങ്ങൾ വന്നു ചേരും. അപ്പോൾ ഉള്ളതിൽ നമുക്ക് സന്തോഷത്തോടു കൂടി നിൽക്കണം എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടതിൽ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും. കടം എന്നുള്ളൊരു വാക്കും എൻ്റെ 5 രൂപയ്ക്ക് ഇത് പോയിരിക്കുന്നു, ഇത് ഇന്നത്തെ ചിലവിൽ ഇത് പോയിരിക്കുന്നു എന്ന് എഴുതി കൂട്ടി വെച്ചിരിക്കുന്നവരുടെ ലൈഫിൽ ഒരിക്കലും സമ്പാദ്യം വരാതിരിക്കത്തില്ല, വരും. പക്ഷേ അത് അവരിൽ നിൽക്കത്തില്ല, വീണ്ടും അവരിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അവർക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പണം കയ്യിൽ വരുന്നുണ്ട്, സേവ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് നിങ്ങൾ കൽപ്പിക്കണം,
എൻ്റെ ഉപബോധ മനസ്സിനോട് ഞാൻ പറയുന്നു, എന്നിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പണം എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അതുപോലെ തന്നെ അത് ഞാൻ സേവ് ചെയ്യുന്നു. എനിക്ക് വസ്തുക്കൾ, അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള വിലയേറിയ വസ്തുക്കൾ വാങ്ങി സൂക്ഷിക്കുന്നതിന്, മൂല്യമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പണത്തെ ഉപയോഗിക്കുന്നു. അത് മറ്റുള്ളവർക്കും സഹായത്തിനായി ഞാൻ അത് നൽകുന്നു എന്നുള്ളത് കൂടെ പറയേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് വേണ്ടി മാത്രമല്ല ദൈവം നമ്മളിലേക്ക് ആ പണം കൊണ്ടെത്തിക്കുന്നത്. അത് നമുക്കും നമ്മളുടെ മക്കൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മളിൽ നിന്നും അവസാനിച്ചു പോകുക. അത് നമുക്ക് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ കയ്യിലേക്ക് ആ പണം എത്തിക്കുന്നത്. ഓക്കെ, ഇവിടെ പ്രപഞ്ചശക്തി പറയുന്നതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഫ്രീ ആക്കുക, ദൈവത്തിൻ്റെ ടൈമിന് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ആനിമൽസിനെ പോലെ നിങ്ങൾ ആ ഒരു എനർജിയെ നിങ്ങൾ തിരിച്ചറിയുക. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നില്ല, എങ്കിലും ദൈവം അവരെ എല്ലാം നല്ലതുപോലെ പോഷിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു ഡിപ്രഷനിലും ഒരു മൃഗങ്ങളും പോയി ആത്മഹത്യ ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ പ്രപഞ്ചശക്തി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് കൊണ്ടുതരും. പക്ഷേ ഇത് മനുഷ്യൻ്റെ അതിബുദ്ധി കാരണമാണ്. കാരണം അവരുടെ ഓവർ തിങ്കിങ് പോലുള്ള കാര്യങ്ങൾ കാരണമാണ് പലപ്പോഴും നമ്മൾ പരാജയത്തിലേക്ക് പെട്ടുപോകുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മളെ ദൈവം ഈ മൃഗങ്ങളെ പോറ്റുന്നത് പോലെ തന്നെ, അവരെങ്ങനെയാണോ അവരുടെ നിത്യ ജീവിതം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ ദൈവവും നമ്മളുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ആരും എഫേർട്ട് ഇടണ്ടെന്നല്ല. പുലിയുടേതായിട്ടുള്ള എഫേർട്ട് ഇടുന്നുണ്ട്, മാനിൻ്റേതായിട്ടുള്ളതുകൊണ്ട്, എല്ലാ മൃഗങ്ങളും അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കർമ്മകൾ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു പുലിയാണെങ്കിൽ ശരി തന്നെ, അതിൻ്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് മറ്റ് മൃഗങ്ങൾ വന്ന് കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ അത് വിട്ടു പോകുന്നുണ്ട്. പക്ഷേ അതേസമയം മനുഷ്യനാണെങ്കിൽ ഒരു മാസത്തേക്കുള്ളത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും കഴിക്കാമെന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ദൈവം അങ്ങനെയല്ല പറയുന്നത്. നിനക്കുള്ളത് നീ എടുത്തതിന് ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുക, സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുക, മറ്റുള്ളവരുടെ കരുണയും ദയയുമായിരിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, സാഹചര്യങ്ങൾ ഭയന്നിരിക്കുക, അതേ സാഹചര്യങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്ന ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ്. നിൻ്റെ ചുറ്റുമുള്ള വ്യക്തികളെ നീ മനസ്സിലാക്കുക, നിൻ്റെ ആരോഗ്യത്തെ നീ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഇവിടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് നമ്മളായിട്ട് തന്നെയാണ് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മളുടെ ഓവർ തിങ്കിങ് കാരണം നമ്മൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റീസിനെയും ക്യാൻസൽ ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഗോളുകൾ സെറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞാനിത് തമാശയല്ല പറയുന്നത്. നിങ്ങൾക്ക് ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അടുത്ത മാസം ഞാൻ ഇത്ര ഒരു 5 സെൻറ്റ് വസ്തു വാങ്ങും, അല്ലെങ്കിൽ ഞാൻ അടുത്ത മാസം ഇത്ര ഗോൾഡ് ഞാൻ വാങ്ങിച്ചിരിക്കും, എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇത്ര രൂപ ഞാനത് എടുക്കാതെ അവിടെ നിക്ഷേപിക്കും എന്നൊക്കെ നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്യുക. ആദ്യം ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ബിലീവ് സിസ്റ്റത്തിലേക്ക് കടന്നു പോയതിന് ശേഷം വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ മൈൻഡിൻ്റെ കൺട്രോളിൽ വിട്ടുകൊടുക്കരുത്. ചില വ്യക്തികൾ കുടുക്കയിൽ പൈസ ഇട്ടിട്ട് തിരിച്ച് അത് തന്നെ എടുക്കും. ഞാനും എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ മൈൻഡിനെ ഞാൻ കൺട്രോൾ ചെയ്ത് ഞാൻ എൻ്റെ ഉപബോധ മനസ്സിനോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ സേവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ഇത് സേവ് ചെയ്തത്, ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഞാൻ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു കാര്യം പറയാം. നമ്മുടെ ഉപബോധ മനസ്സിനോട് നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരും. എൻ്റെ റീഡിംഗ് എടുത്ത ഒരു വ്യക്തി, പേര് പറയുന്നില്ല, ആ വ്യക്തി അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് അവർ പൈസ ഇതുപോലെ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തതിൻ്റെ ബാലൻസ് വന്നു. ആ ബാലൻസ് വന്ന പൈസ അവരുടെ കയ്യിലിരിക്കവേ അവർ പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ വരുന്നെങ്കിൽ എടുക്കാമെന്നുള്ള ചിന്തയിൽ അവർ ആ പൈസ മാറ്റി വെച്ചിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് അവർക്ക് യാതൊരു അസുഖവും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു വർഷത്തോളം ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ ഒരു വ്യക്തിക്ക് തൈറോയിഡിൽ ക്യാൻസർ ഉണ്ടാകുകയും ആ മാറ്റി വെച്ചിരുന്ന പൈസ അവരുടെ ഓപ്പറേഷന് വേണ്ടി ചിലവഴിക്കുകയും ചെയ്തു. ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള നെഗറ്റീവ് അവർ അറിഞ്ഞു പോലും കാണത്തില്ല. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്നൊക്കെ. പക്ഷേ നമ്മൾ പുറത്തോട്ട് വിടുന്ന വാക്കിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്നും അത് എങ്ങനെയാണ് സൈക്കിൾ പോലെ നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് എന്നും എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതിപ്പം ഈ ഒരു അസുഖത്തിൻ്റെ കാര്യമല്ല. നമ്മളുടെ വായിൽ നിന്ന് എന്തൊക്കെ ശാപവാക്കുകൾ പോകുന്നു അതെല്ലാം നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ പോലും അറിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിലേക്ക്
വായിലേക്ക് വിടുന്ന വാക്കുകൾ അഥവാ എന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ ക്യാൻസൽ പറഞ്ഞ് അത് വിട്ടിട്ട് അനുഗ്രഹിച്ച് വിടുക. ഓക്കെ, ഞാനത് പറഞ്ഞു പോയി, അത് മക്കളെ ആയാലും ഹസ്ബൻഡിനെ ആയാലും ശരി തന്നെ, സ്വയം ആണെങ്കിലും ശരി തന്നെ, നമ്മൾ ശാപവാക്കുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്യാൻസൽ ചെയ്യുക, അനുഗ്രഹിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെ അനുഗ്രഹിക്കുക, നിങ്ങളുടെ ആഹാര സാധനങ്ങളെ അനുഗ്രഹിക്കുക, മക്കളെ അനുഗ്രഹിക്കുക. ഓക്കെ, നമ്മൾ നിരന്തരമായിട്ട് മക്കളെക്കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മക്കൾ മോശമായിട്ട് തന്നെയാണ് വരുന്നത്. അതൊക്കെ ഒന്ന് അറിയാതെ ദേഷ്യം വരുമ്പം പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും, പക്ഷേ അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മാറ്റമുണ്ടാകും. ചില വ്യക്തികൾ പറയുന്നു, ഞാൻ നെഗറ്റീവ് ചിന്തിക്കുന്നു, ഓവർ തിങ്കിങ് വരുന്നു, എനിക്ക് ചിന്തിക്കാൻ വയ്യാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ നിരന്തരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ആ നെഗറ്റീവ് തോട്ടുകൾ അവസാനിപ്പിക്കുക എന്നുള്ളത് ചില വ്യക്തികൾ, ഇതുപോലെ മോട്ടിവേഷൻ ചെയ്യുന്ന വ്യക്തികൾ പറയുന്നുണ്ട്. ഒരു റബ്ബർ നമ്മുടെ കയ്യിലേക്ക് ജസ്റ്റ് ഇട്ടേക്കുക. ഓക്കെ, എപ്പോഴും ഇട്ടിരിക്കേണ്ട, ഓട്ടം ഇതായി പോവും. അപ്പം ചില റബ്ബറുകൾ ഇട്ടതിന് ശേഷം നിങ്ങളിപ്പോൾ നെഗറ്റീവ് ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഞാനത് ചിന്തിച്ചു പോയല്ലോ, ഉടനെ തന്നെ നിങ്ങൾ ആ റബ്ബർ പതുക്കെ എന്നിങ്ങനെ അടിച്ചു വിടുക. അപ്പം നമുക്കൊരു ചെറിയ വേദന വരും, അത് നമ്മുടെ ബ്രെയിൻ ഏറ്റെടുക്കും. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേദന ഉണ്ടാകും. അപ്പോൾ വീണ്ടും അടിച്ചിടും, അപ്പോഴത്തേക്ക് വീണ്ടും അതിനും വേദനയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ബ്രെയിൻ ചിന്തിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വേദന ഉണ്ടാകുമെന്ന് വിചാരിച്ച് അങ്ങനെയുള്ള തോട്ടുകൾ നമ്മളിൽ നിന്നും പതുക്കെ പതുക്കെ മാഞ്ഞു പോകും. ഓക്കെ, അപ്പം അതാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് പ്രപഞ്ചശക്തി തന്നിരിക്കുന്നതായിട്ടുള്ള മെസ്സേജിന് നന്ദി പറയാം. താങ്ക് യു യൂണിവേഴ്സ്. എനിക്ക് ഉൾപ്പെടെയുള്ള എന്നെ കാണുന്നതും എനിക്കുമായിട്ടുള്ള പ്രപഞ്ചശക്തി തന്നിരിക്കുന്നതായിട്ടുള്ള ഈ നല്ല മെസ്സേജിനായി നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ഇനിയും സാമ്പത്തികമായും അതുപോലെ തന്നെ ജോലി സംബന്ധമായും ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്ന കാലത്തോളം എന്നിലേക്ക് അനുഗ്രഹത്തെ ഞാൻ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാന്തമാക്കി ഞാൻ മാറിയിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അതുപോലെ തന്നെ എന്നെ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും സമാധാനം തന്നതിനായും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.